ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഗായ്സ്, എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം. പുതിയ ബിഗിനിങ് യൂട്യൂബ് ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനാണ് എനാബിൾ ചെയ്യുക. ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഹോണ്ട ബൈക്കുകളിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബൈക്കുമായിട്ടാണ് നമ്മൾ വന്നുള്ളത്. CB യൂണിക്കോൺ 150 2013 BS4 എഡിഷനുമായിട്ടുള്ള ഈ ഒരു ബൈക്കുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു 12 വർഷം പഴക്കമുള്ള ഈ ഒരു ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ബൈക്ക് എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത് എല്ലാവർക്കും ഡൗട്ട് വേണം. അപ്പോൾ സെക്കൻഡ്സ് ഒക്കെ നോക്കണവർക്കും അതേപോലെ ഗൾഫിൽ വർക്ക് ചെയ്യണ അബ്രോഡ് വർക്ക് ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു മിഡിൽ ഏജ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കാൻ ടൈമിൽ നല്ലൊരു ബൈക്ക്, അതായത് ഗുഡ് കണ്ടീഷൻ, അതേപോലെ സ്മൂത്ത് സസ്പെൻഷനും ഈസി ഡ്രൈവും അതേപോലെ നല്ലൊരു മൈലേജ് ലോ കോസ്റ്റും അങ്ങനെ എല്ലാം ഒരു ഉൾപ്പെട്ട ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മൈൻഡിലേക്ക് വരിക ഇതേപോലെ കമ്മ്യൂട്ടർ ബൈക്കുകളുടെ ഇടയിലുള്ള കിങ് ആയിട്ടുള്ള ഈ ഒരു യൂണിക്കോൺ തന്നെ നമ്മൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വരിക. അപ്പോൾ ഈ ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കണ്ടീഷൻ ആയിരിക്കും എനി ടൈം. ഇപ്പോൾ നമ്മൾ കുറച്ചൊരു ആവറേജ് ഹൈറ്റുള്ള ഒരാളെങ്കിലും പോവും ഇതിൽ ഫുൾ ഫീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ 5.7 അപ്പോൾ 170 എൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്കിതിൽ ഫുൾ ഫീറ്റ് ആണ്. അപ്പോൾ മീഡിയം ഹൈറ്റ് ആയിട്ടുള്ളവർക്കും അതേപോലെ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കംഫോർട്ടബിൾ ആയിരിക്കും. ഈ വണ്ടിൻ്റെ സസ്പെൻഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഹൈവേയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വണ്ടി തരുന്നൊരു കംഫോർട്ട് അതൊരു വേറെ ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോണ്ടയിൽ ഇന്നും നമ്പർ 1 സെയിലിംഗിൽ ഈ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു എഞ്ചിൻ ഭയങ്കര റിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ ഒട്ടും കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാത്തൊരു എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈക്കിന് എന്തെങ്കിലും കുറ്റം കണ്ടെത്തേണ്ടി വരും, കാരണം ഉണ്ടാക്കി പറയേണ്ടി വരും. അല്ലാണ്ട് ഇതായിട്ട് തരുന്ന കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് ഓടിക്കുന്നവർ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ മിസ്സിംഗ് ആണ്. നല്ലൊരു സർവീസും കാര്യങ്ങളും അതേപോലെ നമ്മൾ വണ്ടി നല്ലൊരു കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലെ സർവീസും കാര്യങ്ങളൊക്കെ ലോ കോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പിക്കപ്പ് ആണെങ്കിലും സഡൻ പിക്കപ്പാണ് കേട്ടോ. നല്ലൊരു പിക്കപ്പാണ് ഈ വണ്ടിയിൽ. എനിക്ക് ഹൈവേ കൂടെ ഓടിക്കുന്ന ടൈമിൽ ഭയങ്കര കംഫോർട്ടായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഇതിൻ്റെ മോണോ സസ്പെൻഷൻ മോണോ ടൈപ്പ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംഫോർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റൈഡർക്കാണെങ്കിലും പില്ലിയണ്ണാണെങ്കിലും ഒരേപോലെ കംഫോർട്ടിൻ്റെ ഒരു വണ്ടി ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗൾഫിലൊക്കെ വർക്ക് ചെയ്യണവർക്കൊക്കെ നാട്ടിൽ വന്നിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബൈക്ക് തന്നെ ഉണ്ടോ യൂണിക്കോൺ. അതിപ്പോൾ ഇത് 2012 2013 മോഡലാണ്. എന്നാൽ പോലും ഇന്ന് ഇറങ്ങുന്ന 2025 മോഡലിനായിട്ടും ഇത് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺസോളിൽ ഡിജിറ്റലാണ് വന്നിട്ടുള്ളത് പുതിയ മോഡലിൽ. ആ ഒരു ചേഞ്ചും കാര്യങ്ങളും അല്ലാതെ ഗ്രാഫിക്കിലോ പെയിൻറ്റിങ്ങിലോ അല്ലാതെ ഡിസൈനിലും കാര്യങ്ങളിലോ മോഡലിലോ ഒന്നും ഒരു വ്യത്യാസം കാര്യങ്ങളും എന്താ പറയുക ഹോണ്ട ചേഞ്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി ഈ ഒരു മോഡൽ ഇപ്പോഴും ഇഷ്ടപ്പെടാൻ ഈ ഒരു ജനറേഷൻ ആണെങ്കിലും ഇതിൻ്റെ മുന്നത്തെ ജനറേഷൻ ആണെങ്കിലും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ യൂണിക്കോൺ എല്ലാവരും ഫേവറേറ്റ് ആണ്. കാരണം വെച്ചാൽ ആർക്കും ഇതിൻ്റെ പുറത്ത് കംപ്ലയിൻസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുറ്റം പറയാനൊന്നുമില്ല. എത്ര ഓടിച്ചാലും നമുക്ക് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ നമ്മൾ വെറുക്കപ്പെടില്ല. കാരണം വെച്ചാൽ അത്ര റൈഡിങ് കംഫോർട്ടാണ് ഈ ഒരു വണ്ടി നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേയിലാണ് ഏത് റൂട്ടിൽ കൂടെ പോകാണെങ്കിൽ നമുക്ക് ആ റൈഡിങ് കംഫോർട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു എനിക്കൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പം നമ്മൾ കുറച്ച് തണുപ്പ് അല്ലെങ്കിൽ ഒരു രാവിലെ കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കുറച്ച് സീനാണ്. ഇപ്പം നമ്മൾ വണ്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പഴയ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ടാക്കുന്ന ടൈമിൽ ഇപ്പോൾ നല്ല തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ടാവാത്തൊരു പ്രോബ്ലം ഇതിന് വരാറുണ്ട് പഴയ വണ്ടിക്ക്. അപ്പോൾ അതൊന്നും വണ്ടി റണ്ണിങ് ആയ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു മൈലേജാണ്. ഒരു 55-60 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഹൈവേയിലൊക്കെ നല്ല പറയുക ഗിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 60 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിപ്പോൾ സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചിട്ടാണ്. ഇത് ലോങ് ലാസ്റ്റ്, അതായത് ലോങ് ടൈം റണ്ണിങ് എഞ്ചിനാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പം നമുക്ക് സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ പോലും 60,000 70,000 അല്ലെങ്കിൽ 1,00,000 കൂടിയ വണ്ടികളാണ് അധികം ഇത് കിട്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് എടുത്തവരെല്ലാവരും അടിപൊളിയായിട്ട് ഓടി നല്ല കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഓടി തളർന്ന ഒരു എഞ്ചിൻ്റെ രൂപം നമുക്ക് കിട്ടില്ല. അത്രയും നല്ലൊരു എഞ്ചിനാവുകൊണ്ട് നമുക്ക് സെക്കൻഡ്സ് യൂസ് ചെയ്യാൻ, കുറച്ച് കിലോമീറ്റർ ഓടി വണ്ടി എടുക്കാനുള്ള ധൈര്യമായിട്ട് എടുക്കാം. നല്ല സർവീസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗത്ത് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഇനിയും നല്ല രീതിയിൽ സർവീസോ എഞ്ചിൻ ഓയിലും പറഞ്ഞിട്ട് ഓടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഓടും. വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഞാനിത് വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ്, അടിപൊളി റൈഡിങ് പൊസിഷനാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ലോങ് റൈഡിനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ നിലവിലുള്ള പുതിയ നിരത്തിലിറങ്ങിയ ബൈക്കുകളൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് പോയത് ഈ ബൈക്കുമ്പോൾ തന്നെയാണ്. കാരണം അത്രയും ഇപ്പോൾ പില്ലിയൻ ആണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ അത്രയും അടിപൊളിയാണ്. മോണോ സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പില്ലിയൻ ആണെങ്കിലും ഫ്രണ്ടിൽ റൈഡർക്കാണെങ്കിലും ഒരേപോലുള്ള കംഫോർട്ട് ഈ വണ്ടി നൽകിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എത്ര കിലോമീറ്റർ ആണെങ്കിലും പോകാണെങ്കിലും
ബോഡിക്ക് ഒരു ചടപ്പ് തോന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നോവയിൽ യാത്ര ചെയ്യണ പോലെ തന്നെ ബൈക്ക് കോമ്യൂട്ടർ ബൈക്ക് സെഗ്മെൻറ്റിൽ ഈ ഒരു ബൈക്ക് അത്രയും ഹൈപ്പിൽ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ വണ്ടി അത്രമാത്രം ഉണ്ട്, ഇതിൻ്റെ റൈഡിങ് കംഫോർട്ട് അത്രമാത്രം ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര പഴയ ഒരു യൂണിക്കോൺ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇത് 2013 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പല ബൈക്കുകളും ഞാൻ റിവ്യൂ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ എന്താ വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. പ്രത്യേകിച്ച് പറയുന്നത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പല ബൈക്കുകളും ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാല് വേദനിക്കണം, അതേപോലെ തന്നെ റൈഡിംഗ് പൊസിഷനിൽ മുതു വേദനിക്കണ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത് ഓടിച്ചപ്പോൾ ഇത് കുറച്ച് കിലോമീറ്റേഴ്സൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്, ഞാൻ ഇടയ്ക്ക് ഓടിക്കാറുള്ള ബൈക്കാണ്. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ എനിക്കിതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആൾ വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ളൊരു ബൈക്ക് ബുള്ളറ്റാണ്. അപ്പോൾ വാപ്പ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ബുള്ളറ്റ് എടുത്തിട്ട് സ്റ്റാർട്ടാക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടാക്കാൻ കുറച്ച് ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ട് ഇപ്പം എടുക്കുകയാണെങ്കിൽ എന്തുപോയാലും നമ്മൾ ഇങ്ങനത്തെ ഒരു യൂണിക്കോൺ ബൈക്ക് എടുക്കണം, എൻ്റെ വീട്ടിലെടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓൾഡ് മോഡലാണെങ്കിലും ഇതിൻ്റെ പുതിയ മോഡലാണെങ്കിലും ഗ്രാഫിക്കിലും പെയിൻറ്റിങ്ങിലും ഒന്നും വ്യത്യാസമില്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മളെ മൈൻഡിലും ഈ വണ്ടി പഴയൊരു ബൈക്കാണെന്നോ അങ്ങനത്തെ ഒരു ഫീലും കാര്യമില്ല. ഇതിൻ്റെ ക്ലാസിക് മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അത്ര സ്പോർട്ടി ടൈപ്പും അല്ല. അതേപോലെ തന്നെ ഇപ്പോൾ യങ് ജനറേഷനിലുള്ള ആൾക്കാർ ഇത് ഓടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഏജ് ആയിട്ടുള്ളവർ ഇത് ഓടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു ബൈക്ക് മോഡൽ വൈസ് ആണെങ്കിലും നമ്മൾ എന്താ പറയുക എൻജിൻ വൈസ് ആണെങ്കിലും ഫ്യൂവൽ എഫിഷ്യൻസിൻ്റെ പുറത്താണെങ്കിലും ഈ വണ്ടി ബെറ്ററാണ്. ഇപ്പോൾ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു മേഖലയിലും ഈ വണ്ടി ഈക്വലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒന്നിനൊന്ന് കുറ്റം പറയാൻ ഈ ബൈക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 1-2 കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതായത് മിസ്സിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഈ വണ്ടിക്ക് ചില വണ്ടികളിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ രാവിലെ സ്റ്റാർട്ടാക്കുമ്പോൾ തണുപ്പ് കാലത്ത് പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടാത്തൊരു പ്രോബ്ലം ഇതിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഗൈസ് പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരു ആവറേജ് ബ്രേക്കിംഗ്, ഒരു ഗുഡ് കണ്ടീഷൻ, അല്ലാണ്ട് അത്രയും എക്സലൻ്റ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത ഈ ഒരു വണ്ടിക്ക് അടങ്ങുന്ന ഒരു ബ്രേക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള പൾസർ 150 അതേപോലെ 200cc പൾസറൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ അതിൻ്റെ ബോഡി വേഗം കിലുങ്ങും. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ബോഡിയൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ബോഡിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ കിലിക്കും കാര്യങ്ങളൊന്നും ഇതിന് കേൾക്കില്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സെക്കൻഡ്സ് ഒക്കെ കിട്ടാണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ധൈര്യമായിട്ട് മേടിക്കാവുന്ന ഒരു ബൈക്ക് തന്നെയാണ് കേട്ടോ യൂണിക്കോൺ. അപ്പോൾ ഈ ബൈക്കിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ അധികം സംസാരിച്ചിട്ടില്ല. ടയറിൻ്റെ കാര്യങ്ങൾ, ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, അതേപോലെ എന്താ പറയുക മിററിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ല. ഒരു ഓണർ സൈഡ് റിവ്യൂ, അതേപോലെ തന്നെ ഒരു സെക്കൻഡ്സ് എടുക്കാൻ പോകുന്നവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നമ്മളെ പുതിയ യൂട്യൂബ് ചാനലാട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് തരണം. അപ്പോൾ ട്രാവൽ വീഡിയോ, അതേപോലെ ഈ വണ്ടിൻ്റെ റിവ്യൂ, അതേപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.